വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും പോയി ഇവിടെ മെറിയം വേൾഡ് എന്ന് വെച്ചാൽ അവിടെ കോഴിക്കോട് സരോവരം പാർക്കിൻ്റെ അടുത്താണ് കേട്ടോ. വന്നിട്ട് അവിടെ 120 ഉറുപ്പ്യാണ് ടിക്കറ്റിന് വന്നിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയാൽ ആദ്യം തന്നെ കാണും ഇങ്ങനെയുള്ള പക്ഷികളെ, അങ്ങനത്തെ കുറേ എണ്ണത്തിനെ കാണാൻ കഴിയും. നമുക്ക് നമ്മളെ കയ്യിലേക്ക് വന്ന് നമുക്ക് അതിനെ എടുക്കും ഇതാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വന്നിട്ട് അതിൻ്റെ അടുത്ത പോർഷനിൽ കയറിയാൽ ഓന്ത്, കുഞ്ഞണ്ണാരക്കണ്ണൻ, അങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ കാണാം കഴിയും. ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ 20-ാം തീയതിയാണ് കേട്ടോ. ഞങ്ങൾ പോയത് മെയ് 10-ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 20-ാം തീയതിയാണ് കേട്ടോ പോയത്. എന്ന് വെച്ചാൽ നല്ലൊരു കാഴ്ചയാണ്. അപ്പം അങ്ങ് പോയാൽ തന്നെ പിന്നെ വന്നിട്ട് കുറേ വലിയ അക്വേറിയങ്ങളിൽ മീനിനെ കടൽ മത്സ്യങ്ങളെയാണ് നമുക്ക് അധികം കാണാൻ കഴിയുക. പിന്നെ മത്സ്യകന്യക, വെള്ളത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരില്ലേ. പിന്നെ ടണൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഓന്തിനെയാട്ടോ. അതുകൊണ്ട് അത് ക്ലാസ്സിൽ അടച്ചിട്ടിട്ടാണ്. പിന്നെ വന്നിട്ടുള്ള എന്തൊരു പക്ഷി, എൻ്റെ പേര് നോട്ട്. പിന്നെ ഇതുണ്ട് മുയൽ, പാമ്പ്, പിന്നെ എന്താ മുള്ളമ്പന്നി കേട്ടോ. മുള്ളമ്പന്നില്ലേ എലി. പിന്നെ അതാ പേരിനോട് കേട്ടോ. പിന്നെ വന്നിട്ട് കുറേ ബേഡ്സ്, അണ്ണാരക്കണ്ണൻ, വീണ്ടും ബേഡ്സ്, കുറേ കാഴ്ചകൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൊഞ്ചനും ഊന്തും കൂടി മിക്സ് ആയതൊന്ന് കാണാം ഉണ്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ കുറേ മീൻസ് കാണാൻ നല്ല ഭംഗിയില്ലേ. മീനിയൊക്കെ കാണാൻ ഇങ്ങനെ പോയാലേ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഇത്രയ്ക്കും ഭംഗിയാണ്. നമ്മൾ ഗോൾഡൻ ഫിഷ് ഇത് കണ്ടോ, ഞണ്ടും ചെമ്മീനും കൂടി മിസ്സായതാണ്. പിന്നെ വന്നത് മീനുകൾ, കുറേ തരം മീനുകൾ, കടൽ മത്സ്യങ്ങളാട്ടോ അവിടെ ഉള്ളത്. എന്ത് ഭംഗിയാണ്, എനിക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗ്യാസ്, അത്രയും ഭംഗി. പിന്നെ ഉള്ളത് മത്സ്യകന്യക, വെള്ളത്തിൽ പോകുന്ന ആൾക്കാർ. പിന്നെ ഒരു ടണലുണ്ട്, ആ ടണൽ പൊളിയാണ് ഗ്യാസ്. ഞാൻ പറയുന്നത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ടണലിൽ കയറിയപ്പോൾ അത്രയും നല്ല കാഴ്ചകൾ ടണലിലുണ്ട് മനുഷ്യൻ. പിന്നെ മത്സ്യകന്യക നമുക്ക് ഇഷ്ടമുള്ള പോസുകളിൽ നിന്ന് തരുന്നുണ്ട്. ഉമ്മ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിലാക്കുന്നു, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയാൽ അതിൻ്റെ അനുഭൂതി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്കും വീഡിയോസ് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ പോയി കണ്ടറിയുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടോ, നല്ല മീനുകൾ, വലിയ മീൻ, പിന്നെ സ്റ്റാർ ഫിഷ്, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ. പിന്നെ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലങ്ങൾ നല്ല തൂക്കിയിട്ടൊക്കെ ആട്ടോ പ്ലേറ്റൊക്കെ എടുക്കുന്നത്. ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ 3 പെന്നും, ഞാൻ BTSൻ്റെ ഡേറ്റ മറ്റിങ്ങനെ തോണ്ടുന്നില്ല, ഫോൺ തോണ്ടുന്ന ടൈപ്പ് പെന്ന് അതും. പിന്നെ ശ്രീകാന്ത് നമ്മളെ നെറൂട്ടാൻ്റെ ഒരു പെന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. വേറെ ഒരു അനിയനെ വാങ്ങിയത് ഒരു പെൻസിലാണ് കേട്ടോ, ഗെയിം കളിക്കുന്ന ടൈപ്പ്. പിന്നെ നാളെ ഒരു സ്മൈലീൻ്റെ ഒരു 4 എണ്ണമുള്ളൊരു പാക്ക് റേസറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അനുഭവമാണ് കേട്ടോ, നിങ്ങൾ പോയി കണ്ട് അറിയാം. പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങുന്നതും വില കുറവുള്ളത് എവിടെയാണെന്നുള്ളതും പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ള വീഡിയോ ഉടൻ തന്നെ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഇറങ്ങാൻ തോന്നൂല, അത്രയും കാഴ്ചകൾ. ആണ്ടോ ഈ മീനെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇതാണ്ടോ ഒരു മീനെ, അത്രയും ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്ഥലത്ത് പോയാലും നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാവും, അത്രയും ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളോട് എനിക്ക് അത് പറയാനുള്ളൂ. നിങ്ങൾക്ക് വന്നറിഞ്ഞാൽ നിങ്ങൾ പിന്നെ പോകാൻ നിങ്ങൾക്ക് തോന്നില്ല, അത്രയും ഭംഗിയാണ് എനിക്ക്. നിങ്ങൾ വന്ന് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മറമേട ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു റൗണ്ട് സാധനമുണ്ട്, അതിൽ നമുക്ക് കയറി ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലൊക്കെ കയറുക
പിന്നെ ഐസ്ക്രീംസ്, കുറേ ഷോപ്പുകളുണ്ട്, പഴയകാല മിഠായികൾ, അങ്ങനെയുള്ള കുറേ ഉണ്ട്. അപ്പം ഞാനാണ് കേട്ടത്, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാതെ നോക്കിയാണ്. മെറിമേഡൊക്കെ ഉണ്ട്, ഞാൻ എടുത്തത്. ഇതാണ് മത്സ്യകന്യക, ആ മനുഷ്യനാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, എന്ത് പറയാനാ. നിങ്ങൾ പോയി അറിയിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പിന്നെ എന്താ പറയണ്ട, അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാ. ഉണ്ടോ മത്സ്യകന്യകയാണ് ഗ്യാസ്, ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയോ ഒക്കെ ഉണ്ടോ, നല്ല ഭംഗി. എന്താ പറയണ്ട് എന്നെനിക്ക് അറിഞ്ഞൂടാ. മത്സ്യകന്യകയാണ്. സ്റ്റാറ്റൊക്കെ തരുന്ന കൈയൊക്കെ ഇപ്പൊക്കെ വെക്കാം. ഇതാണ് ടണല് ഗ്യാസ്. എന്താ പറയണ്ട, വലിയ മീനുകൾ, കുഞ്ഞ് എനിക്ക് വാങ്ങി വെക്കാൻ തോന്നുന്ന ടൈപ്പ് മീനുകളുണ്ട് കുറേ. നല്ല ഭംഗിയില്ലേ മീനൊക്കെ കാണാൻ. എനിക്കൊക്കെ വാങ്ങി വെക്കാൻ തോന്നിപ്പോയി ഗ്യാസ്. നമുക്ക് ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി. മഴ ആയിരുന്നു പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്തത് പോലും അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഗ്യാസ്. അത്രയ്ക്കും ഇഷ്ടം. മനുഷ്യന് ഈ ടണലിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെന്താ പറയണ്ടേ അറിഞ്ഞൂടാ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമൻസൊക്കെ പോന്നോട്ടെ, നിങ്ങൾ പോയ അനുഭവങ്ങളും ഒക്കെ ഒന്നിടണേ പ്ലീസ്. പിന്നെ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ഞാൻ വെറുതെ തമാശയ്ക്ക് ഞാൻ കുറേ പറയാറ്, നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് വയ്യൊക്കെ തെറ്റിപ്പോയി ഗ്യാസ്. ഞാനും അമ്മയും എൻ്റെ ഏട്ടനും ശ്രീകാന്ത് വരുമ്പോൾ അച്ഛനെ അവിടെ എടുത്തായിരുന്നു പണി. അപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ ഞങ്ങളോട് വഴിയൊക്കെ തെറ്റിപ്പോയി. പാല് ഞങ്ങളുടെ മുമ്പിലുണ്ടായിട്ട് ഞങ്ങൾ നടക്കാവ് വരെ ഞങ്ങൾ നടന്നു. നിങ്ങളങ്ങനെ നടക്കരുത് കേട്ടോ ഗ്യാസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, എന്നാലും നിങ്ങൾക്ക് എന്ത് പറയണ്ടേ, അതിന് വേണ്ടി പറഞ്ഞാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടറിയും കേട്ടോ.